ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഹോം ലൊക്കാലിറ്റി. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ അത്യാവശ്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഗാർഡനാണ്. ഇത് ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ എൻ്റെ മക്കൾ ബെഡ് സ്പേസാണ്. അവർ കിടക്കുന്നതും കളിക്കുന്നതും കഴിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇത് പിന്നെ നൈറ്റ് നമ്മൾ 3 പേരും ഒരുമിച്ച് ഉറങ്ങുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് വെച്ചതാണ്. അത്യാവശ്യം പണി പെട്ടെന്ന് ഒതുക്കിയതാണ്. ഇത് നമ്മുടെ സിങ്ക് സ്പേസാണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിട്ട് പണികളൊക്കെ ഒതുക്കി. ഇത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്, ഫുഡും കാര്യങ്ങളും. പിന്നെ മോൻ്റെ വണ്ടിയെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചതാണേ. ഇത് പിന്നെ കറണ്ട് അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതാൻ്റെ കുതിരവണ്ടി പാർക്ക് ചെയ്തത്. പിന്നെ അടുക്കളയുടെ പോർഷനാണ്. പിന്നെ വീണ്ടും കുതിരവണ്ടിയാണ്, കറണ്ട് അടുപ്പ്. പിന്നെ ഇത് നമ്മുടെ ഹോളാണ് വരുന്നത്. അവിടെ ഒരു അഡീനിയം പ്ലാന്റ് ഉണ്ട്. ഇത് പിന്നെ ഒരു മിക്കി മൗസ്, അങ്ങനെ സൺഫ്ലവർ, ബട്ടർഫ്ലൈസ്, പിന്നെ ഒരു പൂക്കി, പിന്നെ ഒരു കുരങ്ങൻ, അങ്ങനെ കുറേ ചിത്രങ്ങൾ മുന്നേ താമസിച്ച ആൾക്കാർ വരച്ചാട്ടോ. ഇതെൻ്റെ ഡയറി വെക്കുന്ന സ്പേസാണ്. ഡയറിയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സന്തോഷ വാർത്ത. ഇത് ഞാനൊരു സ്കീമിന് ചേർന്നതായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് 120 ദിവസം കഴിഞ്ഞതിന് ശേഷം പണിക്കൂലിയില്ലാതെ നമുക്ക് 916 ആഭരണങ്ങൾ കിട്ടും. അതും 2 ഗ്രാമിന് മുകളിലായിരിക്കണം. പിന്നെ ഡയമണ്ട് 80K ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ലാതെ ലഭിക്കില്ല കേട്ടോ. പിന്നെ ബില്ല് എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. അങ്ങനെ 4 മാസത്തിന് ശേഷം എനിക്കത് സ്കീം മെച്ചുവറായി ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹോം ടൗൺ വരുന്നത്. പള്ളിയുണ്ട്. പിന്നെ ഏത് സൈഡ് നോക്കിയാലും ബോഗൺവില്ലിയാസ് കാണാം. ഇതൊരു പാഡി ഫീൽഡാണ്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇവർ കൃഷി ചെയ്യാറുണ്ട്. 2 സൈഡായിട്ട് നിറച്ച് നെല്ലും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്തതാണ്. ഇങ്ങനെ പോയ സമയത്ത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത്. ഇപ്പോൾ വാഴ കൃഷി, കുക്കുംബർ, അങ്ങനത്തെ ഐറ്റംസാണുള്ളത്. പിന്നെ വെള്ളരിയുണ്ട് അവിടെയൊക്കെ ആയിട്ട്. പിന്നെ കൂടുതലായിട്ട് കമുകും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇതൊക്കെ ഒഴിഞ്ഞ സ്ഥലമാണ്. ഇന്നെന്തെന്നറിയില്ല, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. റോഡൊക്കെ ഫുള്ള് ഇതായിരുന്നു, ഫ്രീ ആയിരുന്നു. ഇല്ലെങ്കിൽ ഭയങ്കര റഷ് ഉണ്ടാവാറ്. പിന്നെ വയ്യോര കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ട, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബോഗൺവില്ലിയ തരംഗം. അവിടെയൊക്കെ നഴ്സറികൾ ഒരുപാടുണ്ട്. വീണ്ടും ബോഗൺവില്ലിയ. എന്തെന്നറിയില്ല, ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശില്പങ്ങൾ. ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നഴ്സറി, പിന്നെ ബോഗൺവില്ലിയ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. സൺഡേ അതുകൊണ്ട് കല്യാണവും കുർബാനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോഡ് ഫുൾ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു 60-70 സ്പീഡിൽ പോകാൻ പറ്റി. വീണ്ടും ഇതാണ് ഗാർഡൻ കഴിഞ്ഞ വഴി. ഇത് നമ്മൾ ഏകദേശം മുക്കത്ത് എത്താറായിട്ടാണ്. അപ്പോൾ മുക്കത്ത് എത്തുമ്പോൾ അഭിലാഷ് ജംഗ്ഷൻ എത്തിയിട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് കയറിയിട്ട്, അഭിലാഷ് ജംഗ്ഷൻ തന്നെയാണ് പറയുന്നത്, PC ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വലത്തോട്ട് റോഡുണ്ടല്ലോ, നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് ഞാൻ സ്കീമിന് കൂടിയ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ചേർത്ത് പോയി ഞാൻ വരുമ്പോഴേ. ഉണ്ട്. അങ്ങനെ 4 വർഷത്തിന് ശേഷം, കറക്റ്റ് പറഞ്ഞാൽ 4 വർഷം 1 മാസം 2 ദിവസത്തിന് ശേഷം നമ്മുടെ പാദസരം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റ്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, ഇപ്പോൾ തുറക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു കേസറോളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചൂടാറപ്പെട്ടി എന്ന് പറയത്തില്ല, അതാണ് സംഭവം. പിന്നെ ഒരു പേഴ്സുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പേഴ്സ് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ പർച്ചേസ് ആക്കിയതിൻ്റെ ബില്ലാണ്. മുകളിൽ അതിൻ്റെ ഡേറ്റ് ഉണ്ട്. ഇത്രയാണ്. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.